മോളെ, ഒരച്ഛന്റെ സ്ഥാനം തരുന്നതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മോളോടൊരു കാര്യം പറയാൻ അനുവദിക്കണം. എന്നോട് സംസാരിക്കാൻ അച്ഛനൊരു മുഖവുര വേണോ? വിവേകിന്റെ കാര്യത്തിൽ നടന്നത് ഒരെടുത്തിയാട്ടല്ലേ? കിട്ടിയ അവസരം കലാവതി എന്ന സ്ത്രീ മുതലെടുത്താണെങ്കിലോ? ഈ കാര്യത്തിൽ ഞാൻ കലയമ്മയെ കുറ്റപ്പെടുത്തില്ല. വിവേക് ഒരു നാടകം കളിച്ചതായിട്ട് ഉറപ്പായല്ലോ. അപ്പൊ പിന്നെ മറ്റുള്ളവരെ നമ്മൾ എന്തിനു കുറ്റപ്പെടുത്തണം? അത് വിവേക് അങ്ങനെ ചെയ്തത് അവന്റെ ഗതികേട് കൊണ്ടാണെങ്കിലോ? ഞാൻ ഈ പ്രശ്നത്തിലൊന്ന് ഇടപെടാൻ പോവുകയാണ്. വിവേകിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കാൻ തയ്യാറാവണം. അങ്ങനെ അച്ഛൻ മുൻകൈയെടുത്ത് പറഞ്ഞ ഞങ്ങൾ അതിന് തയ്യാറാകും. പക്ഷേ ഇപ്പോഴത്തെ എന്റെ വിഷമം അതൊന്നുമല്ല. അച്ഛനോട് പോലും അതൊന്നും എനിക്ക് പറയാനും ആവില്ല. ആകാശിന്റെ അമ്മ മോളോട് ഒരുപാട് സ്വർണം ചോദിച്ചതാണോ വിഷമത്തിന്റെ കാരണം? അച്ഛനിതെങ്ങനെ അറിഞ്ഞു? അംബിക മോളോട് സംസാരിക്കുന്നതെല്ലാം ഞാൻ ഒളിച്ചിരുന്ന് കേട്ടു. കേട്ടത് നന്നായി. സങ്കടം പറയാൻ എനിക്കൊരാളായല്ലോ. സ്വർണം കിട്ടുന്നിടത്തുനിന്ന് ഉടനെ ആകാശിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന അംബികമാമിയുടെ ഭീഷണി. ആകാശ് ആണാണെങ്കിൽ അഖിലയെ രജിസ്റ്റർ മാരേജ് ചെയ്യണം. അതാണ് ഇതിനുള്ള പ്രതിവിധി. അതൊക്കെ ഭാവിയില് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അഖിലയുടെ ജീവിതം താറുമാറാക്കാൻ അംബികമാമി ശ്രമിക്കും. ആ ദിവ്യപ്രഭയും അതിന് കൂട്ടുനിൽക്കും. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. മോള പറഞ്ഞത് ശരിയാ. ദിവ്യപ്രഭ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിഷപ്പാമ്പാണ്. അംബികമാമിക്ക് സ്വർണം അത്യാവശ്യമായതുകൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കിയായാലും ആകാശിനെ കൊണ്ട് അവര് മറ്റൊരു വിവാഹം കഴിപ്പിക്കും. അനഘയെ പോലെ അഖിലയ്ക്കത് താങ്ങാനാവില്ലച്ച. അവൾ എന്തേലും കടുങ്കൈ ചെയ്യും, ഉറപ്പാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലച്ച. പെൺകുട്ടി അഖിലയാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 60 പവൻ സ്വർണം കിട്ടുന്ന ഏത് വിവാഹ ആലോചന വന്നാലും ഞാനത് നടത്തിയിരിക്കും. അമൃതേച്ചി എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നേ? അമൃതേച്ചിയുടെ മുഖത്ത് നല്ല ടെൻഷനും സങ്കടവും ഉണ്ടല്ലോ. എന്താ ചേച്ചി കാര്യം? ഒന്നുമില്ല. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അമൃതേച്ചി എന്തിനാ വെറുതെ കള്ളം പറയുന്നേ? അംബികമ്മായി അമൃതേച്ചി വിളിച്ചതിന് ശേഷം തുടങ്ങിയതാണല്ലോ ഈ സങ്കടവും ടെൻഷനും. ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞ? ആരാധ്യ. അവക്ക് വേറെ പണിയില്ല, വെറുതെ ഓരോ കഥ ഉണ്ടാക്കാനായിട്ട്. അമൃതേച്ചി കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സഹദേവ മാമനെയോ ആകാശേട്ടനെയോ വിളിച്ച് ചോദിക്കും. അത് വേണോ? നീ വെറുതെ അവരെയൊക്കെ വിളിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല, ഞാൻ വിളിക്കുന്നില്ല. അമൃതേച്ചി കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. അഖിലയുടെ ആകാശിന്റെ വിവാഹം 3 മാസത്തിനുള്ളിൽ തന്നെ നടത്തണമെന്ന് അംബികമാമി വാശി പിടിക്കുക. ഇല്ലെങ്കിൽ വേറെ വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്നു. അമ്മായി പറയുന്നത് കേട്ട് ചേച്ചി പേടിക്കണ്ട. ആകാശേട്ടൻ ഒരിക്കലും അഖിലെ കൈവിടില്ല. അത് മാത്രമല്ല, സഹദേവ മാമൻ എന്നും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.